എത്ര കഴിച്ചാലും മതി വരാത്ത ഒരു ചെമ്മീൻ റോസ്റ്റാണ് ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി ചെമ്മീൻ നന്നാക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ മസാലയും ചേർത്തിട്ടുണ്ട്. മസാല ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി പേസ്റ്റാണ്. എന്നിട്ട് കുക്കറിൽ അത് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കുക. ഒരു വിസിൽ മതിയാവും. ശേഷം ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് ചട്ടി ചൂടായി കഴിഞ്ഞതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ഉലുവ, ഒരു പിഞ്ച് ഉലുവ ചേർക്കുക. ഉലുവ പൊട്ടി ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് സവാള, ഒരു 3 ചെറിയ സവാള എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുക, വഴറ്റുക. സവാള വേഗം വഴണ്ടി വിട്ടാൽ നമുക്ക് ഉപ്പ് കുറച്ചിടാം. ശേഷം വീണ്ടും വഴറ്റിയെടുക്കാം. സവാള വഴണ്ട് ബ്രൗൺ കളറാകുമ്പോൾ സവാള കരിയാതെ നോക്കണം. തീ അഡ്ജസ്റ്റ് ചെയ്യുക. തീ കുറക്കണമെങ്കിൽ കുറക്കുക. അതിനുശേഷം നമുക്ക് വേപ്പില ആഡ് ചെയ്യാം. നമ്മൾ വേപ്പില എല്ലാ ഫുഡിൻ്റെ കൂടെയും കറികളുടെ കൂടെയൊക്കെ ചേർക്കാറുണ്ട്. വേപ്പില ഒരു പ്രത്യേക ടേസ്റ്റും മണമാണല്ലോ. അപ്പോൾ നമ്മൾ ഇഷ്ടം പോലെ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ വേപ്പില അതിൽ കിടന്ന് ആ മണം, ആ സ്മെല്ലിങ്ങനെ വരുന്നുണ്ട്. അതിന് ശേഷം വേപ്പില ഒന്ന് വാടുമ്പോൾ സവാളയും വഴണ്ട് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് മസാല ചേർക്കാം. മസാല ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക്, വേപ്പില എന്നിവ അരച്ചെടുത്തൊരു പേസ്റ്റാണ്. നേരത്തെ ചെമ്മീനിലും ഞാൻ ആഡ് ചെയ്തത് ഈ മസാല തന്നെയാണ്. ആ മസാല വീണ്ടും ഈ സവാളയിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. തീ കുറച്ച് കൊടുക്കണം. എന്നിട്ട് സവാളൻ്റെ കൂടെ വഴറ്റിയെടുക്കാം. മിക്സ് ചെയ്ത് മെല്ലെ മെല്ലെ അതിൻ്റെ പച്ചച്ചുവ മാറുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം. മസാല കരിയാതെ സൂക്ഷിക്കണം. തീ ചെറുതാക്കി കൊടുക്കാം. മസാല ഏകദേശം വഴണ്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ആഡ് ചെയ്യാം. മല്ലിപ്പൊടി 3 വലിയ ടേബിൾ സ്പൂൺ, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, പിന്നെ കുരുമുളക് പൊടി വലിയൊരു ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 3/4 ടേബിൾ സ്പൂൺ. ഇതാണ് ഇട്ടിട്ടുള്ളത്. നമ്മൾ 1 കിലോ ചെമ്മീനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്കാണ് ഈ മസാലപ്പൊടികൾ. നമുക്കിനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ കരിയാതെ സൂക്ഷിക്കണം. തീ ചെറുതായി സിമ്മിലാക്കിയിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. സവാളയും പൊടികളും എല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. 2 ചെറിയ തക്കാളിയാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. പച്ചമുളക് നമ്മൾ ഓൾറെഡി ആ പേസ്റ്റിൽ ആഡ് ചെയ്തതുകൊണ്ട് ഒരു പച്ചമുളക് മാത്രമേ ഉള്ളൂ ഞാനിവിടെ യൂസ് ചെയ്യണത്. പിന്നെ നമ്മൾ മുളക് പൊടി ആവശ്യത്തിന് ചേർത്തിട്ടുണ്ടല്ലോ. പിന്നെ ഒരു ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ആഡ് ചെയ്യണത് കേടാണ്, തൈര്. നമ്മൾ 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്.
തൈര് ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ചെമ്മീൻ കറിക്ക്. ചെമ്മീൻ കറിൻ്റെ ടേസ്റ്റ് നന്നായി കൂടും. എത്ര കഴിച്ചാലും മതി വരാത്ത ചെമ്മീൻ കറി എന്ന് അതുകൊണ്ടാണ് പറയുന്നത്. പുളി കുറഞ്ഞ തൈരാണെങ്കിൽ ഏറ്റവും നല്ലത്. അങ്ങനെ തൈര് ചേർത്ത് വഴറ്റിയതിന് ശേഷം നമ്മൾ വേവിച്ച് എടുത്ത ചെമ്മീൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 5 മിനിറ്റ് നന്നായി അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. നല്ലൊരു മണം വരുന്നുണ്ട്. നമുക്കിത് അടച്ചു വെക്കാം. ചെറു തീയിൽ 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ചെമ്മീൻ ഓൾറെഡി വെന്തിട്ടുണ്ട്. നമ്മൾ കുക്കറിലിട്ട് വേവിച്ചതാണല്ലോ. അപ്പോൾ ഒരു 5 മിനിറ്റ്സ് ഈ മസാലകളൊക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വേവിച്ചെടുക്കുന്നത്. അങ്ങനെ വേവിച്ചതിന് ശേഷം നമുക്ക് മല്ലിച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിച്ചപ്പ് അരിഞ്ഞത് ആഡ് ചെയ്യാണ്. അങ്ങനെ നമുക്ക് തീ ഓഫാക്കാം. നമ്മുടെ അടിപൊളി ചെമ്മീൻ റോസ്റ്റ് റെഡി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. നല്ലൊരു ഡിഷാണ്.